എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും സയൻസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും ഹ്യൂമാനിറ്റീസ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും വളഞ്ഞും തിരിഞ്ഞും പഠിപ്പിച്ചു കഴിഞ്ഞാലും തോൽക്കുന്നത് മുഴുവനും ഹ്യൂമാനിറ്റീസ് പിള്ളേരാണ്. എങ്ങനെ തോൽക്കുന്നത് വെച്ചാൽ 10 കുട്ടികളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 4 കുട്ടികൾ തോൽക്കുകയാണ്. അതാണ് കറക്റ്റ് ഏകദേശമുള്ള കണക്ക്. അല്ലെങ്കിൽ 6 7 കുട്ടികൾ മാത്രമാണ് ജയിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെഞ്ചിലെ 4 കുട്ടികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു കുട്ടി തോൽക്കുന്നൊരു വിഷയമാണ്. എന്താണ് സാറേ ഇങ്ങനെ പറയുന്നത്? എടാ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, വർഷങ്ങളായിട്ടുള്ള കണക്കാണ്. ഒരു സ്കൂളിൽ ഏത് സ്ട്രീമിലാണ് ഏറ്റവും കൂടുതൽ തോൽക്കുന്നത് വെച്ചാൽ അത് ഹ്യൂമാനിറ്റീസ് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ കണക്ക് മാത്രം 68 എന്തായാലും 70-ന്റെ താഴേക്ക് മാത്രമേ ഉള്ളൂ. 67% മാത്രമാണ് വിജയ ശതമാനം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഹ്യൂമാനിറ്റീസ് കുട്ടികളുടെ തന്നെ സയൻസിൻ്റെ കുട്ടികൾ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് മുതലേ അവർ ട്യൂഷന് പോയിട്ടും അവർ ഫസ്റ്റ് മുതലേ അവർക്കുള്ള പഠിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അവർ വിചാരിക്കും അവരങ്ങനെ പഠിച്ചു പോകും. കൊമേഴ്സും ഏകദേശം അതേപോലെ തന്നെ. പക്ഷേ ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്കാണ് പല സ്ഥലങ്ങളിൽ ട്യൂഷൻ ഇല്ല. മാത്രമല്ല അങ്ങനെ ഒരു ധാരണ നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കും. ഹ്യൂമാനിറ്റീസ് അല്ലേ, അതിൽ പഠിക്കാനുള്ള ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സോഷ്യോളജി അങ്ങനത്തെ ചെറുകിട വിഷയങ്ങളാണല്ലോ, അതുകൊണ്ട് അവസാനത്തേക്ക് വായിച്ചാൽ മതി എന്ന്. എടാ, ഞാൻ പറയുന്നത് എന്നിട്ട് നിങ്ങൾ അവസാനത്തേക്ക് വായിച്ചെന്ന് വിചാരിക്കുക, ജസ്റ്റ് പാസ് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. മറ്റുള്ള കുട്ടികളൊക്കെ ഒരു സ്കൂളിൽ കൂടുതൽ ഫുൾ A+ ഫുൾ മാർക്കിലേക്കൊക്കെ എത്തുന്നത് കൊമേഴ്സും സയൻസും നിറഞ്ഞവരാകുമ്പോൾ നിങ്ങൾ എന്താ അതിൽ പെടേണ്ടേ? എടാ, നമ്മുടെ 10ാം ക്ലാസ്സിൽ 10 A+ വാങ്ങിയിട്ട് ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കുട്ടികൾ വരെ, അതായത് നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ വരെ അവസാനത്തേക്ക് എത്തുമ്പോൾ മാർക്ക് വളരെ കുറഞ്ഞു വരാണ്. ഒരു കോളേജിലും സീറ്റ് കിട്ടാത്ത അവസ്ഥയിലേക്ക് വരാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ വീണ്ടും പറയട്ടെ, ഞാൻ എല്ലാ വർഷം പറയുന്നത് തന്നെയാണ്, നിങ്ങൾ പഠിച്ചോ. പഠിക്കാതെ ഒരു രക്ഷയില്ല മക്കൾ. ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറി വരുന്നത് നിങ്ങൾ തന്നെ കാണുന്നതല്ലേ. ഞങ്ങൾ ഈ പറഞ്ഞു തന്നിട്ട് വേണോ? നിങ്ങൾക്ക് ഒരു അധ്യാപകർ പറഞ്ഞു തന്നിട്ട് വേണോ മക്കളെ? എടാ, നിങ്ങൾക്ക് കിട്ടാത്ത ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ പഠിക്കുമെന്ന് പറയാൻ 10ാം ക്ലാസ് വരെ നിങ്ങൾക്കൊരു ക്ലാസ് ടീച്ചർ കറക്റ്റായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ക്ലാസ് ടീച്ചർ ഉണ്ട്, പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി വലുതായി. നിങ്ങൾ അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അവർ പഠിപ്പിച്ചു പോകുന്നു, അവരുടെ കടമകൾ തീർക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് തന്നാലോ നിങ്ങൾ ഓക്കെ ആണോ? അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സൂപ്പർ ബാച്ച് ഇപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തു, അവർക്ക് കാര്യം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. മക്കളെ, +1 എന്തായിരുന്നു ഏതായിരുന്നു ഒന്നും നോക്കണം. നിങ്ങൾക്ക് +1 നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നവരുണ്ടാവും. തോറ്റുപോയപ്പോൾ എക്സാം ഒക്കെ എഴുതണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അതന്നാണ് ഈ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. അതൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പിന്നെ മറ്റൊരു പ്രശ്നമല്ലേ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ പ്രശ്നം. ഇംഗ്ലീഷ് മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൻ്റെ ഫൗണ്ടേഷൻ ബേസിക് നിങ്ങളെ സെറ്റാക്കി തരുന്ന കംപ്ലീറ്റ്ലി സൂപ്പർ ബാച്ചിൽ ഫ്രീ ആയിട്ട് തരികയാണ്. ഇംഗ്ലീഷിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്സും ഫ്രീ ആയി തരാണ്, ഇമ്പ്രൂവ്മെൻ്റ് ക്ലാസ്സും ഫ്രീ ആയി തരാം. പോരടാ, പ്ലസ് നിങ്ങൾക്ക് +2ൻ്റെ അടിപൊളി സംഭവങ്ങൾ. നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ വൈസും എന്ത് കൂടി നിങ്ങൾക്ക് ലാംഗ്വേജ് വരും. അത് മലയാളമാവട്ടെ, ഹിന്ദി ആവട്ടെ, അറബി ആവട്ടെ, ഏത് കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തരുന്നുണ്ട്. ഇപ്പം അത് പോലെ അളിയാന്ന് പറഞ്ഞ പോലെ. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമാണ്, ഈ അവസാനത്തേക്ക് പഠിക്കുക എന്നുള്ള ചിന്ത മാറ്റി വെച്ചിട്ട് തുടക്കം മുതൽ പഠിച്ചാൽ മാത്രമേ ഞങ്ങൾക്കും വിജയിക്കാൻ പറ്റുള്ളൂ. സ്കൂളിൽ ഏറ്റവും കൂടുതൽ വിജയ ശതമാനം ഏതെന്ന് വെച്ചാൽ അത് ഹ്യൂമാനിറ്റീസ് എന്ന് പറയാൻ പറ്റുള്ളൂ. മക്കളെ, നിങ്ങൾ റെഡിയാണോടാ? നിങ്ങൾ റെഡിയാണെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ കാണുന്ന ആ ലിങ്കിൽ പോയിട്ട് ഫോം ഫില്ല് ചെയ്ത് ഇപ്പോൾ തന്നെ അഡ്മിഷൻ നിങ്ങൾ സെറ്റാക്കി എടുക്കൂ. നമുക്ക് അടിച്ച് പൊളിക്കണം. ഗുഡ് മാർക്കല്ലാതെ അതിൽ കുറഞ്ഞതൊന്നും നമ്മൾ വാങ്ങരുത്. താങ്ക് യു.